ഹലോ ഗായ്സ്, അപ്പോൾ ഡൽഹി വ്ളോഗിൻ്റെ ഇത് 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലോട്ടസ് ടെമ്പിളിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ലോട്ടസ് ടെമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടേക്ക് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പണ്ട് പുസ്തകങ്ങളിലൊക്കെ പഠിച്ച ഒരു പ്ലേസ് ആണല്ലേ ലോട്ടസ് ടെമ്പിൾ എന്നുള്ളത്. ആക്ച്വലി ഇതിന് ടെമ്പിൾ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഒരു റിലീജിയനോ അല്ലെങ്കിൽ ഒരു ഗോഡിനോ നമ്മൾ വേർഷിപ്പ് ചെയ്തില്ല. ഇതൊരു മെഡിറ്റേഷൻ സെൻറ്റർ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ലോട്ടസ് ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് പോകാൻ ശ്രദ്ധിക്കാം. അതായത് അവിടെ 8:30 ഓപ്പണിംഗ് ടൈമെങ്കിലും നിങ്ങൾ ഒരു 8 മണിയാകുമ്പോൾ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം ക്യൂ ഒന്നും നിൽക്കാതെ ആൻഡ് ഓൾസോ അധികം വെയിലും കൊള്ളാണ്ട് നിങ്ങൾക്ക് ലോട്ടസ് ടെമ്പിളിലേക്ക് നടക്കാൻ പറ്റും. കാരണം ഈ ടെമ്പിൾ ഇരിക്കുന്നത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെയിലും അതുപോലെ ചെറിയൊരു ഇളം കാറ്റുമൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് അവിടേക്ക് നടന്ന് നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാവുന്നതാണ് കേട്ടോ. സോ ബെറ്റർ നിങ്ങൾ നേരത്തെ പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിലീജിയൻ, ഏതൊരു മനുഷ്യനും അവിടെ ചെന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാമെന്നത് തന്നെയാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രൻസ് എല്ലാം കഴിഞ്ഞ് നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക് നടക്കുകയാണ്. ടു ബി ഹോണസ്റ്റ്, ചുറ്റും നമുക്ക് ഇതുപോലെ ഗാർഡനാണ് കാണാൻ പറ്റുക. ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ ലോട്ടസ് ടെമ്പിൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രത്തോളം നല്ല വൃത്തിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് അധികം ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിക്കലി ലോട്ടസ് ടെമ്പിൾ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും. രാവിലെ പോയതുകൊണ്ട് അത്ര ക്രൗഡ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ചെറിയൊരു തണുപ്പും ചെറിയൊരു ഇളം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നടക്കാനും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ സ്റ്റെപ്പ് കയറാറായി. സോ അതിനു മുമ്പായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഷൂസ് എല്ലാം ഊരി വെക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് അവർ തന്നെ നമുക്കൊരു കവറും പിന്നെ ഒരു ലോക്കർ റൂമും തരും. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഷൂസ് എല്ലാം ഊരി ആ കവറിലാക്കിയിട്ട് ആ ലോക്കർ റൂമിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. സോ നമ്മൾ അവിടെ പോയി ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഷൂസും എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എങ്ങനെ പറയണമെന്നറിയില്ല, കാരണം അവിടെ ഫോൺ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബേസിക്കലി ഒരു മെഡിറ്റേഷൻ സെൻറ്റർ തന്നെ, പക്ഷെ അതിനുള്ളിൽ ഭയങ്കര തണുപ്പും ഭയങ്കര ഒരു നല്ല ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. സോ ഗായ്സ്, നമുക്ക് ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഈസ് പ്രൊഹിബിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ളിൽ വേറെ ഒന്നുമില്ല, നമുക്കൊരു മെഡിറ്റേഷൻ സെൻറ്റർ പോലെയാണ്. ലൈക്ക് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ ആരും വന്ന് ഇന്ന പ്രാർത്ഥനയാണെന്നൊന്നും പറയില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിലീജിയൻ നമുക്ക് അവിടെ വന്നിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാമെന്നാണ് പറയണത്. ചച്ചു അവിടെ ഇരുന്നിട്ട് പാലൊക്കെ കുടിച്ച് ആള് സൂപ്പറായി ഇപ്പം വീണ്ടും ആക്റ്റീവായിട്ടിരിക്കുകയാണ്. ഈ ലോട്ടസ് ടെമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലാണ് ഇതിൻ്റെ മെഡിറ്റേഷൻ സെൻറ്റർ ഇരിക്കുന്നത്. ആൻഡ് അതിന് ചുറ്റും ഇരിക്കുന്നത് ഈ പോണ്ടാണ്. ആ പോണ്ടിന് ചുറ്റും ഇതുപോലെ ഗാർഡനും ആണ് ഇരിക്കുന്നത്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഒരുപാട് ക്രൗഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കാരണം അത്രയും നല്ല രസമായിരുന്നു കേട്ടോ. സോ നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ലോട്ടസ് ടെമ്പിൾ മിസ്സാക്കാതിരിക്കുക. ഡൽഹി എയർപോർട്ടിൽ നിന്നായാലും റെയിൽവേ സ്റ്റേഷനായാലും ആകെ 16 കിലോമീറ്റേഴ്സോളം. സോ എന്തായാലും മിസ്സാക്കാതിരിക്കുക കേട്ടോ. ലോട്ടസ് ടെമ്പിൾ ഇരിക്കണതിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ വരും കേട്ടോ ഹ്യൂമയോൺ സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ 2 പ്ലേസും കവർ ചെയ്യണ രീതിയിൽ പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ.